സ്വർഗങ്ങൾ, 3 heavens, 3 സ്വർഗങ്ങളുടെ മെസ്സേജ് ഇംഗ്ലീഷിൽ പറഞ്ഞു. പക്ഷേ ഈ ഒരു മെസ്സേജ് ഒത്തിരി പ്രധാനമുള്ളതാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് ഞങ്ങളുടെ ഗ്രൂപ്പിനും ഞങ്ങൾക്കും എനിക്കുമൊക്കെ നല്ല വ്യത്യാസം നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ദൈവം തന്നു. അതൊരു വലിയൊരു എക്സൈറ്റിംഗ് പീരീഡ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞിനോട് ഞാൻ ചോദിച്ചു, ഈ വചനം കേട്ടിട്ട് എന്നാ പ്രയോജനമുണ്ട്? അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ മനസ്സിൽ വലിയ സന്തോഷമുണ്ടായി. മനസ്സിൽ സന്തോഷമുണ്ട്, നമ്മൾ കൊണ്ട് പ്രസൻറ്റോ അല്ലെങ്കിൽ നമ്മൾ പണമോ ഒന്നും അന്നേരം കൊടുക്കുന്നില്ല. ബട്ട് ദ വേർഡ്സ് that we said gave them the happiness. അതായിരിക്കണം വചനമാകുന്ന ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളിൽ വലിയ വ്യത്യാസം വരും. 3 സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എടുക്കുന്നു, 3-ാം സ്വർഗം എന്ന് പറയുമ്പോൾ സ്വർഗം 3 തട്ടുണ്ടെന്ന് നമുക്കറിയാം. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം. കാരണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ പൗലോസ് പറയുന്നുണ്ട് 2 കോരിന്ത്യറിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 2 തൊട്ട്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് എനിക്കറിയയില്ല, ശരീരം കൂടാതെയോ എന്നും എനിക്കറിയില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്ത പറഞ്ഞുകൂടാത്ത വാക്കുകളെ അവൻ കേട്ടു എന്ന് അവൻ പറഞ്ഞു. അത് പൗലോസ് 3-ാം സ്വർഗം വിളിച്ചുകൊണ്ട് ദൈവം എടുക്കപ്പെടും. അപ്പം പൗലോസിന് അറിയത്തില്ല ഇത് ജഡത്തിലാണോ പോയത് ആത്മാവിൽ. അതുപോലെ റിയലാണ്. കാരണം നമ്മുടെ ആത്മീക തലം ബലം പ്രാപിച്ചാൽ ഈ ജഡമൊന്നും ഒന്നും ഇല്ലെന്ന്. ഈ ദേഹീയ തലം മര്യാദയ്ക്ക് ആത്മാവിനെ അനുസരിക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തോടു കൂടെ ഇരിക്കുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ഇത് മനസ്സിലാക്കിക്കാതിരിക്കാൻ ദിനം പ്രതി ഓരോ ഭവനത്തിലും എന്തെങ്കിലും പ്രശ്നമോ സങ്കടങ്ങളോ വിഷമങ്ങളോ നിരാശയോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ട് രോഗമോ ഒക്കെ വന്നിട്ട് നമ്മൾ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോയിരിക്കുകയാണ്. എന്നാൽ ഈ സത്യവചനം കേൾക്കുമ്പോൾ നമ്മുടെ അന്തരാത്മാവിന് ജീവൻ വെക്കുമ്പം മാറ്റം വരുന്നത് അടുത്ത വ്യക്തിക്കല്ല, എനിക്ക്, നമുക്ക് കേൾക്കുന്ന വ്യക്തിക്ക്, പറയുന്ന വ്യക്തിക്ക് അന്തരാത്മാ വ്യത്യാസം വരും. ആ ഒരു മാറ്റം വരുമ്പോൾ നമ്മൾ 1-ാം സ്വർഗത്തിൽ ജീവിക്കുന്ന നമ്മൾ 3-ാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട പൗലോസിൻ്റെ കൂട്ട് തന്നെ 3-ാം സ്വർഗത്തിൽ ചെന്നിരുന്നിട്ട് ആ ഇമ്പങ്ങളുടെ പറുദീസായിൽ ദൈവവുമായിട്ടിരുന്ന് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. അത് മരിക്കണമെന്ന് ചോദിച്ചാൽ മരിക്കേണ്ട ആവശ്യമില്ല. അതാണ് ആ പോയിൻ്റാണ് ഞാൻ എംഫസൈസ് ചെയ്തത് കൊണ്ട്. മരിക്കണ്ട, ഇവിടെ ഇരുന്ന് നമുക്ക് ദൈവത്തെ കാണാനൊക്കും, ഇവിടെ നമുക്ക് സ്വർഗത്തെ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ടാണ് യേശുക്രിസ്തു വന്നപ്പോൾ കർത്താവ് പ്രാർത്ഥന അതായത് ലോർഡ്സ് പ്രേയർ, ദൈവത്തിന് പ്രാർത്ഥന പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധപ്പെടണം, നിൻ്റെ രാജ്യം വരണം, നിൻ്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അപ്പം ഒരു പിതാവുണ്ടെന്നുള്ളത് ആദ്യം പഠിപ്പിച്ചു. തന്നെ നമ്മൾ ദൈവം പരിശുദ്ധനാണെന്ന് പഠിപ്പിച്ചു. അവനൊരു രാജ്യമുണ്ടെന്ന് പഠിപ്പിച്ചു. അത് കണ്ടിട്ട് 3-ാം സ്വർഗത്തിൻ്റെ സ്ഥിതി ഇവിടെ കൊണ്ടുവരണമേ എന്നാണ് പഠിപ്പിച്ചത്. ആ ഒരൊറ്റ സെൻറ്റൻസിനകത്ത് ബൈബിള് മുഴുവൻ കണ്ടെയ്ൻ ചെയ്തിരിക്കുകയാണ്. അതായത് അപ്പന് മക്കളെ നഷ്ടപ്പെട്ടവരെ ദൈവം തിരിച്ചു കൊണ്ടുവരും. അവിടെ നിർത്താം, ഒത്തിരി മുമ്പോട്ട് വേണ്ട. അപ്പനാകുന്ന ദൈവം പറയുന്നു, ഞാൻ സൃഷ്ടിച്ച മക്കൾ എന്നെ മറന്ന് എനിക്ക് വിപരീതമായിട്ട് ലോകത്തിൽ അലഞ്ഞു നടന്ന് പാപത്തിനടിമയായിട്ട് പിശാചിൻ്റെ കയ്യിൽ കിടന്ന് കളിക്കുന്നത് അവൻ നശിച്ചു പോകുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാനൊക്കുന്നില്ല. നമ്മൾ പറയത്തില്ലേ, 10 മക്കൾ ഒരമ്മയ്ക്കുണ്ടെങ്കിലും 9 പേര് വന്നാലും ഒരാൾ കള്ളുകൂടിയൻ വീട്ടിന് പുറത്തുണ്ടെങ്കിലും അമ്മയുടെ കണ്ണ് എപ്പോഴും പുറത്തോട്ടെ. എങ്ങോട്ടാ? ഇവൻ വരുന്നുണ്ടോ, ഇവൻ വരുന്നു. ആരെ? കള്ളുകൂടിയനായ 10ാമത്തെ. ആ അമ്മയുടെ ഹൃദയം ആ വീക്കസ്റ്റിനകത്ത്, അതായത് ഏറ്റവും ബലഹീനമായവനിൽ ചെന്ന് പതിക്കും. അതുപോലെ തന്നെ പിതാവാം ദൈവം നമ്മൾ ഈ അലഞ്ഞു നടക്കുന്നത് കണ്ടിട്ട് ദിനം പ്രതി ആഗ്രഹിക്കുകയാണ്, ആര് ഈ മക്കളെ തിരിച്ചുകൊണ്ടു, ആര് പോകും, ആര് പറയും. അങ്ങനെ പല പ്രാവശ്യം പറയുമ്പോഴാണ് യെശയ്യാ പ്രവാചകൻ ആര് പറയുന്നുണ്ട്, ഞാൻ പോകാമെന്ന് പറയുന്ന ഒരു ശബ്ദം. അത് യെശയ്യാവാന്ന് ചിലർ പറയുന്നു, ഞാൻ പറയുന്നത് യേശുക്രിസ്തു തന്നെ ആത്മാവിൽ പറയുന്നു. അത് യെശയ്യാ പ്രൊഫറ്റിക്കലി കേട്ടത് പറഞ്ഞതായിരിക്കാം. എന്താണെന്നേലും അതിൻ്റെ മർമ്മം ഇതാണ്. യേശു പറയുന്നു, ഞാൻ പോകാമെന്ന്. ആര് പോകും? ഞാൻ പോകാം.
പിതാവ്, അതായത് നമുക്ക് ഇഷ്ടമുള്ള അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ അവരൊരു ചെറിയ കാര്യത്തിന് കണ്ടിന്യൂസനായിട്ട് വേദനിച്ചാൽ കുറച്ച് നേരം നമ്മൾ കണ്ടു നിൽക്കും. എനിക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ പോയി ചെയ്തു തരാമെന്ന് പറയും. ആദ്യം നമ്മൾ അനങ്ങൂല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവർ തീക്ഷ്ണമായിട്ട് അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന അവർ ഫാസ്റ്റിംഗ് എടുക്കുമോ അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതോടെ നമുക്ക് അനക്കം വരും. നമ്മൾ പോയി നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ചെയ്തു കൊടുക്കും. മനുഷ്യരാകുന്ന നമ്മൾ അത്രയും ചെയ്യുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഓടി വരത്തില്ലേ? ഈ ദൈവം ആരാണ്? അതിന് നമ്മൾ അവിടെ ഇവിടെ ഓടാടി നടക്കണം. നമ്മൾ അവിടെ ഇവിടെയും പോകരുത്. അവിടെ ഇവിടെയും പോകുന്ന പിതാവിന് സങ്കടമാണ്. ഈ എൻ്റെ അപ്പന് എനിക്കൊരു 1,00,000 രൂപ കയ്യിൽ ആവശ്യമുണ്ട്. ഇപ്പം എൻ്റെ അപ്പൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അപ്പനോട് ചോദിക്കാതെ അപ്പൻ്റെ വീട്ടിലുള്ള അടുത്ത് ചെന്നിട്ട് അയൽവക്കത്തെ വീട്ടിൽ ചെന്നിട്ട് 1,00,000 രൂപ ചോദിച്ചു, അവർ തന്നുമില്ല. ഇരിക്കട്ടെ, അപ്പനത് അറിയുന്നു. മോള് വന്നിട്ട് എന്നോട് 1,00,000 രൂപ ചോദിച്ചു, ഞാൻ കൊടുത്തില്ല, എൻ്റെ കയ്യിലില്ലായിരുന്നു, ഞാൻ കൊടുത്തില്ലെന്ന് പറയും. അപ്പൻ ഇവിടെ കാശ് വെച്ചിട്ട് ഇരിക്കുകയാണ്. എപ്പം മക്കൾ വന്നാലും കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ നീ ചോദിക്കാഞ്ഞതിനാൽ, ചെന്ന് ചോദിക്കേണ്ടിയിടത്ത് ചോദിക്കാഞ്ഞ് നിനക്ക് കിട്ടിയില്ല. അപ്പൻ സ്നേഹം കൊണ്ട് വീണ്ടും ഇവള് വരുന്നതെന്ന് നോക്കിയിരിക്കും. എപ്പം ഇവള് തിരിച്ചു വന്നാലും കൊടുക്കും. കാരണം അത് തന്നെയാണ് പിതാവാം ദൈവത്തിനോട് നമ്മൾ ചെയ്യുന്നത്. ദൈവം തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടികളാണ്. നമ്മളോടുള്ള സ്നേഹം നമുക്ക് മനസ്സിലാകത്തില്ല. നമുക്ക് ആദ്യം അത് സമ്മതിക്കാം. ദൈവമേ, നിൻ്റെ സ്നേഹം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. സമ്മതിച്ച് വിനയപ്പെട്. നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ എങ്ങനെയാണ് ഈ സ്നേഹം മനസ്സിലാക്കണം. അപ്പോൾ ദൈവം തൻ്റെ സ്നേഹത്തെ കാണിച്ചത് തൻ്റെ സ്വന്തം പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂശുമരണം ഏറ്റെടുത്തു. കാരണം ദൈവവും പാപവും കൂടെ ചേരത്തില്ല. സ്വർഗത്തിൽ പാപത്തിന് സ്ഥാനമില്ല, അവിടെ ഇരുട്ടില്ല. അപ്പോൾ അതിലേക്ക് തിരിച്ച് നഷ്ടപ്പെട്ട മക്കളെ കൊണ്ടുവരാൻ വേണ്ടി സ്വന്തം പുത്രനായ യേശു ക്രിസ്തു കടന്നു വന്നു. നമ്മൾ ഈ ജീവിക്കുന്നത് ഒന്നാം സ്വർഗമാണ്. ഒന്നാം സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഈ അന്തരീക്ഷം, അതിന് ഫേർമമെൻ്റ് അല്ലെങ്കിൽ വായുമണ്ഡലം, ആകാശം, പിന്നെ സൂര്യന്, ചന്ദ്രന്, നക്ഷത്രങ്ങൾ, ഈ ചുറ്റുപാടുള്ള വൃക്ഷങ്ങൾ, ഇതെല്ലാം ഒന്നാം സ്വർഗമാണ്. ഈ ഒന്നാം സ്വർഗം അതിമനോഹരം തന്നെയാണ്. അതിമനോഹരം. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്. ഇത് പാഴാക്കിയത് പിശാചിനെ തട്ടിയിട്ടപ്പോഴും. അതുകൊണ്ടാണ് ഉൽപ്പത്തിയിൽ ഭൂമി പാഴ്ശൂന്യം. അതിന് മുമ്പ് ഇത്ര ശൂന്യമായിട്ട് പോലും ഇപ്പോഴും ഈ സ്പേസിലൊക്കെ പോകുന്നവർ നമ്മുടെ ഈ എർത്തിൻ്റെ പടം എടുത്തിട്ട് അയക്കുമ്പോഴും എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ തന്നെ നമ്മുടെ വീടിൻ്റെ ഒരു പടം എടുത്ത് നോക്കി, എന്തൊരു ഭംഗിയാണ്. നമ്മൾ കാണുന്ന കണ്ണല്ല, ദൈവം നോക്കുമ്പോൾ നമ്മൾ അതിമനോഹരമായ സൃഷ്ടിയാണ്. ദൈവം സ്വർഗം തന്നിരിക്കുന്നത് തൻ്റെ മക്കൾ ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഒന്നാം സ്വർഗം ഈ കാണുന്നത്, രണ്ടാം സ്വർഗം എനിക്ക് കാണാൻ വയ്യാത്തതായ ആത്മീക ഗോളത്തിൽ എൻ്റെ കണ്ണിനപ്പുറമായിട്ടുള്ള ഈ നക്ഷത്രങ്ങളും മറ്റുമൊക്കെ ഗാലക്സിയിൽ നിൽക്കുന്ന ഒരു ഫീൽഡാണ്. അത് വായുമണ്ഡലമാണ്. ഇതിന് തട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബോൾ കൊണ്ട് ഭിത്തി കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയല്ല. ഇതിന് തട്ടുകളുണ്ട്. ഈ വെള്ളത്തിനകത്തെ പോലെയാണ്. വെള്ളത്തിനകത്ത് മീൻ ഏറ്റവും മുകളിലത്തെ തട്ടിൽ ചെറിയ മീനുകൾ ജീവിക്കും. രണ്ടാം തട്ടിൽ കട്ട്ല, റോഹു അതൊക്കെ താമസിക്കും. ഏറ്റവും അടിയിലത്തെ തട്ടിൽ ഘനമേറിയ മീനുകൾ താമസിക്കും. അല്ലെങ്കിൽ പ്രോൺസ്, പിന്നെ ഈ ക്രാബ്, അതിനൊക്കെ താഴെ ജീവിക്കും. അതിന് ഷെല്ലും കൊടുത്തിട്ടുണ്ട്. എന്താണ് അത്? തട്ടാണ്. അതിനൊരു വോളടക്കില്ല. ബട്ട് ദേ നോ ദ ഡിഫറൻസ്. അതുപോലെ തന്നെയാണ് 3 ഘടകമാണ് ഒന്നാം സ്വർഗം, രണ്ടാം സ്വർഗം, മൂന്നാം സ്വർഗം. ഇത് ഒരു റെവലേഷനാണ്. ഇതൊരു വെളിച്ചം എനിക്കിതിനകത്ത് കിട്ടണം. അതൊരു ഭിത്തികളല്ല, അതൊരു ഡെസ്റ്റിനേഷനും അല്ല. സ്വർഗത്തിലേക്ക് അങ്ങ് പോകണം എന്നുള്ളതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. സ്വർഗം ഭൂമിയിലോട്ട് കൊണ്ടുവരിക്കണം എന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് സ്ട്രേഞ്ചായിട്ട് തോന്നിക്കും, പക്ഷേ വേദപുസ്തകം അങ്ങനെയാണ്. സ്വർഗത്തെക്കുറിച്ച് 600 പ്രാവശ്യമാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഹെവൻസ് ആർ ലേഡ്, ടെറിറ്റോറിയലി കണ്ടസ്റ്റഡ് ആൻഡ് സ്ട്രക്ചേർഡ്. അതായത് സ്വർഗമെന്ന് പറയുന്നത് പല തട്ടുകളായിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് ഞാൻ പലപ്പോഴും കാണുന്ന ഒരു സത്യം, നന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ടത്തിൻ്റെ വക്കത്ത് വെള്ളത്തിൻ്റെ സൈഡിൽ ഒരു സ്ഥലം വാങ്ങിച്ച അവിടെ നമ്മൾ കുറച്ച് നാളെ നിന്നിട്ടുള്ളൂ. പക്ഷേ സ്പിരിച്വൽ വാർഫെയർ ഒത്തിരിയാണ്. നമ്മളവിടെ ചെന്ന് പ്രാർത്ഥിക്കും. നമ്മൾ അന്യഭാഷയിലും അറിയാവുന്ന വിധത്തിലും ഭാഷ വെച്ചും വചനം വെച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. ഒന്നാമത് പുതിയ സ്ഥലം. അവിടെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കാണുന്ന ഒരു ദർശനം, 2 നില കെട്ടിടം വരെ ഈ പ്രാർത്ഥന പൊങ്ങും, ഇപ്പോഴോന്നത് താഴോട്ട് വരും. അപ്പോൾ ഞാൻ എനിക്ക് എന്താ ഈ പ്രാർത്ഥന അയക്കുന്നൊന്ന് മേളോട്ട് പോകാതെ, നമുക്ക് അറിഞ്ഞുകൂടെ എന്താന്ന്.
അപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ലാഞ്ഞിട്ടാണ്, എന്താണ് അത്, ദൈവത്തിന് തന്നെ ഇഷ്ടമില്ല ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അതല്ല. ഈ വായുമണ്ഡലത്തിലെ തട്ടുകളുണ്ട്. ഒന്നാം സ്വർഗമെന്ന് പറയുന്നത് നമ്മൾ വസിക്കുന്നെങ്കിലും രണ്ടാം സ്വർഗത്തിൻ്റെ എക്സ്റ്റൻഷൻ, ഇത് ടെറിറ്ററി പിശാചിന് എവിടെ വേണേലും ഏറ്റെടുക്കാം. രണ്ടാം സ്വർഗത്തിൽ യുദ്ധമാണ്, കോൺസ്റ്റൻറ്റ് ബാറ്റിൽ. ഈ കോൺസ്റ്റൻറ്റ് ബാറ്റിൽ പിശാചും ദൈവദൂതന്മാരും കൂടെ, പിശാചിൻ്റെ ദൂതന്മാരും കൂടെ എന്നും യുദ്ധമാണ്. 24 മണിക്കൂർ യുദ്ധം ചെയ്യുമ്പോൾ ഇവിടുന്ന് നമ്മൾ അയക്കുന്ന പ്രാർത്ഥനയാണ് ദൈവദൂതന്മാർക്ക് അതിൽ ജയമെടുക്കാനുള്ള ആയുധം അല്ലെ ബലം മാറുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചില്ല എങ്കിൽ തോക്കുക തന്നെയല്ല, പിശാച് ഇവിടെ വന്ന് നമ്മളെ ഉപദ്രവിക്കും. അതാണ് എന്നെ ദൈവം സ്നേഹിക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാണ്ട് രണ്ടാം സ്വർഗത്തിൽ നമ്മുടെ ദൂതന്മാർ ജയിക്കാൻ വേണ്ടതായിട്ടുള്ള പ്രാർത്ഥന എൻ്റെ ഭവനത്തിൽ നിന്ന് കടന്നു ചെന്നിട്ടില്ല. പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്തവരാണോ വേദപുസ്തകത്തിൻ്റെ ഒരു അധ്യായത്തിൽ 5-8 പ്രാവശ്യം ഉറക്കെ അങ്ങോട്ട് വായിച്ചു തുടങ്ങുന്നത്. അതൊരു 21 ദിവസം ഒന്ന് തന്നെ ചെയ്യുന്നത്. ദൈവം സംസാരിക്കുമല്ലോ. അവിടെ ഇവിടെ ഓടി നടന്നിട്ട് എന്ത്, അവിടെ പോകുമ്പോൾ ആ ഒരു 3 ദിവസത്തെ സന്തോഷം കിട്ടും. തിരിച്ച് പിന്നെ ഈ നരകത്തിലോട്ടല്ലേ വരേണ്ടത്. എന്നാൽ പിന്നെ ഈ വീട് നരകം മാറ്റി സ്വർഗമാക്കാൻ നിനക്ക് അധികാരം ഉണ്ടല്ലോ, ചെയ്തെടുക്കരുതോ. നമ്മൾ താമസിക്കുന്നതാണ് സ്വർഗമാക്കാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയല്ലേ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ആരും പറഞ്ഞു തരുന്നില്ല. ചിലർ പറയും, വീടങ്ങ് വിറ്റാൽ കൊള്ളാം. എത്രയോ കഷ്ടപ്പെട്ട് പൊന്നപ്പച്ച എത്രയോ ദുരിതം അനുഭവിച്ച ഒരു സ്ഥലം വാങ്ങിച്ച് അതിനകത്തൊരു വീട് വെച്ച് കഴിഞ്ഞപ്പോൾ അത് കൊള്ളത്തില്ലെന്ന് തോന്നുന്ന ഒരു പ്രസംഗം കൂടെ പറഞ്ഞേച്ച് പോകും, മനുഷ്യനുള്ള സമാധാനവും പോകും. അങ്ങനെ ദൈവത്തിന് അവിടെ വരാൻ സാധിക്കത്തില്ലേ? ഏത് കൂടോത്രത്തിന് അതിന് ശക്തി, ഏത് ശക്തിക്ക് അത്ര ശക്തി? അല്ലേ എന്നെ ശക്തി അവനുള്ളത്? ദൈവം കൊടുത്ത ശക്തിയല്ലേ ഉള്ളൂ. ദൈവത്തിൻ്റെ മക്കൾക്ക് തരാതെ വല്ലവർക്കും കൊടുക്കും. അപ്പോൾ സ്ഥലം ശരിയല്ലെന്നും വീട് ശരിയല്ലെന്നൊക്കെ പറയുന്നതൊക്കെ നിർത്തി വെച്ച് നീ ആരെന്ന് മനസ്സിലാക്കുമ്പോൾ, നീ ആരുടെ മകനാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ആരുടെ മകളാണെന്ന് നമുക്കൊരു വ്യത്യാസം വരും. അതുകൊണ്ട് ഈ 3-ാം സ്വർഗം 3 സ്വർഗങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നത്. അതിൻ്റെ തീഷ്ണതയോടുകൂടെ പറയാൻ വേണ്ടി തന്നെയാണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ട്രാൻസ്ലേഷൻ അല്ല ഞാൻ പറയുന്നത്, ഞാൻ തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞത് മലയാളത്തിൽ പറയുന്നത്. ദൈവം ഇത് കേൾക്കുന്നവർക്ക് അനുഗ്രഹമാക്കി തീർക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശ്രദ്ധയോടെ കേൾക്കുക, പല പ്രാവശ്യം കേൾക്കുക. മനസ്സിലായില്ലെങ്കിൽ ആത്മാവ് പ്രവർത്തിക്കും, കർത്താവ് അത് ചെയ്തെടുക്കും. നമ്മുടെ ഭവനം ഒരു സ്വർഗമാക്കാൻ ദൈവം അവകാശം തരും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുൻപിലേക്ക് ഓടി വരികയാണ് പ്രാർത്ഥന. 3-ാം സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വരണം. പിതാപുത്ര പരിശുദ്ധാത്മാവിനെ യെശയ്യാ പ്രവാചകൻ 6-ാം അധ്യായത്തിൽ കണ്ടു. സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവാം ദൈവം സിംഹാസനത്തിലിരിക്കുന്നതും സാറാപ്പോൾ അവന് ചുറ്റും നിന്ന് 6 ചിറക് വെച്ചിട്ട് 2 ചിറക് കൊണ്ട് കാല് മൂടി 2 കൊണ്ട് മുഖം മൂടി ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ. അതാണ് പ്രശ്നം. അപ്പച്ച ഞങ്ങൾക്ക് ഈ പരിശുദ്ധിയിലോട്ട് കയറാനൊക്കുന്നില്ല. പാപത്തിൻ്റെ ഇഫക്റ്റ് കൊണ്ട് എപ്പോൾ എന്തെങ്കിലും ഒന്ന് നന്മ ചെയ്യണമെന്ന് വിചാരിക്കും ഒക്കെ കയറി വരും ഉടനെ ദുഷ്ടാത്മാവിൻ്റെ ചിന്ത, നിരാശ കയറി വരും. അല്ലെ മക്കളെ ആയിരിക്കും, അല്ലെ രോഗമായിരിക്കും, പണസംബന്ധമായിരിക്കും, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യണമെന്നുള്ള ചാടെന്നും പറഞ്ഞ് കൊല്ലുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ ചിന്ത കയറി വരുമ്പം പിന്നെ ആകെപ്പാടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാട് കൊണ്ട് വേർപ്പ് കൊണ്ട് മനുഷ്യൻ അധ്വാനിക്കുന്ന ശാപം ഇന്നും ഞങ്ങളുടെ മേൽ നിൽക്കുക. അപ്പച്ച എന്ത് അധ്വാനിച്ചിട്ട് എന്ത് ഗുണം? ഒരിക്കലും തികയത്തില്ല. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ വരിക, മനുഷ്യൻ എന്നാ ജോലി ചെയ്യാനൊക്കെ. ദൈവമേ, നീ ഇത് കാണുന്നുണ്ടല്ലോ. കർത്താവെ അനുസലിവ് തോന്നിയിട്ട് തലമുറകളുടെ മേൽ നിൻ്റെ ആത്മാവിനെ അയച്ച് 3-ാം സ്വർഗത്തിൻ്റെ അവകാശികളാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ താഴോട്ട് ഇറക്കിക്കൊണ്ടുവരാൻ നമ്മളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. അതാ 3-ാം സ്വർഗത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന് നീ അവിടെ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി പിതാവിൻ്റെ കൂടെ അല്പനേരം ഒന്ന് മൗനമായിട്ടെങ്കിലും ഇരുന്ന് തിരിച്ചിറങ്ങി വന്ന് ആ സന്തോഷത്തെ പകർന്നു കൊടുക്കാൻ പഠിപ്പിക്കണമേ. അത് ചെയ്യുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയോട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.